ഹായ് എവരി വൺ, വെൽക്കം ടു നീതൂസ് ക്ലാസ് റൂം. ആനുവൽ എക്സാമുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 5ാം ക്ലാസ് സോഷ്യൽ സയൻസിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻസാണ്. ഇതിൻ്റെ തന്നെ മലയാളം മീഡിയം ഞാൻ അടുത്തതായിട്ട് പോസ്റ്റ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോ ആയിട്ട്. സോ അത് പോസ്റ്റ് ചെയ്താൽ ഉടനെ അതിൻ്റെ ലിങ്ക് കമൻസിൽ ഇട്ടിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മലയാളം വീഡിയോസാണ് വേണ്ടതെങ്കിൽ അത് കാണാം, ഇംഗ്ലീഷ് ആണെങ്കിൽ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ ഓരോ ആക്ടിവിറ്റി ആയിട്ട് നോക്കാം. ആക്ടിവിറ്റി ഫസ്റ്റത്തെ നോക്കൂ. ദ ഫോളോയിങ് ടേബിൾ ഷോസ് സം ഓഫ് ദ പ്രോഗ്രാംസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ആൻഡ് ദ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സ് ഫോർ പോവർട്ടി അലീവിയേഷൻ ആൻഡ് ടു റെഡ്യൂസ് സോഷ്യൽ ഇനീക്വാലിറ്റി ആൻഡ് ദെയർ ഫീച്ചേഴ്സ്. സോ ഇതിലൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട് ആൻഡ് അതിലെ മിസ്സിംഗ് പാർട്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. കുറച്ച് പ്രോജക്ട്സും അതിൻ്റെ ബെനിഫിഷ്യറീസ് ആരാണ്, അതായത് അതിൻ്റെ ഗുണഭോക്താക്കൾ, ഉപകാരം ലഭിക്കുന്ന ആൾക്കാർ ആരാണ്, അതേപോലെ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെ പ്രൊജക്ട്സാണ് കൊടുത്തിരിക്കുന്നത്? ലൈഫ് മിഷൻ, കൈവല്യ, പ്രതിഭാതീരം ആൻഡ് ജനനി ജന്മരക്ഷ. ഈ പ്രോജക്ട്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോ ഇതിനെക്കുറിച്ച് ടെക്സ്റ്റിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഈ ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ തന്നെ വീഡിയോസ് നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക്സ് ഞാൻ കമൻസിൽ പിൻ ചെയ്തിരിക്കാം. ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. ഓക്കെ, സോ നമുക്ക് ഈ ടേബിൾ ഫില്ല് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ വിട്ടുപോയ ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാണ് വേണ്ടത്. ടേബിൾ നമുക്ക് ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യാം. ലൈഫ് മിഷൻ ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? All the landless, homeless people with homes that have not been fully constructed and those whose existing house is not fit to live in. അതായത് വീടുകളില്ലാത്ത, അതേപോലെ താമസിക്കുന്ന വീടുകൾ തന്നെ താമസയോഗ്യം അല്ലാത്ത സിറ്റുവേഷനിലൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ലൈഫ് മിഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ്, അതിലെന്താ ചെയ്യുന്നത്? സേഫ് ആൻഡ് ഡീസൻറ്റ് ഹൗസിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുക, അതാണ് അതിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത്. ദെൻ കൈവല്യ ആണെന്നുണ്ടെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് അതിൽ കൊടുത്തിട്ടുണ്ട്. ഫോർ ദ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ജോബ് സീക്കേഴ്സ്. എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉള്ള ആൾക്കാർ, ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ആണ് അത് ബെനിഫിഷ്യറി ആയിട്ടുള്ളത്. ആൻഡ് അതിൻ്റെ ഫീച്ചർ എന്താ വെച്ചാൽ ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ആൻഡ് സോഷ്യൽ ഇൻക്ലൂഷൻ. എല്ലാവർക്കും ഒരേപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് കൈവല്യ എന്ന് പറയുന്നത്. ദെൻ പ്രതിഭാതീരം എന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ചിൽഡ്രൻ ഹെയിലിംഗ് ഫ്രം ദ കോസ്റ്റൽ റീജിയൻ. തീരദേശത്ത് താമസിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് പ്രതിഭാതീരം എന്നുള്ള പ്രോജക്റ്റ്. ദെൻ അതിൽ എന്തിനു വേണ്ടിയിട്ടുള്ള സഹായങ്ങളാണ് ചെയ്യുന്നത്? എഡ്യൂക്കേഷണൽ അഡ്വാൻസ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങളാണ് ചെയ്യുന്നത്. ദെൻ അടുത്തത് ജനനി ജന്മരക്ഷ. അതാണെങ്കിൽ പ്രഗ്നൻറ്റ് വുമൺ ആൻഡ് മദേഴ്സ് ഹു ബിലോങ് ടു ട്രൈബൽ ഗ്രൂപ്പ്സിൽ പെടുന്ന പ്രഗ്നൻറ്റ് വുമൺസിനും മദേഴ്സിനും വേണ്ടിയിട്ടുള്ളതാണ് അത്. അതിലെന്താണ് ചെയ്യുന്നത്? ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇത്തരത്തിൽ ഡിഫറെൻറ്റ് പ്രോജക്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ പഠിക്കുക, ആർക്കാണ് അതിൻ്റെ ഉപകാരം ലഭിക്കുന്നത് ആൻഡ് മെയിനായിട്ട് അതിൽ എന്താണ് ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളത് എല്ലാത്തിൻ്റെയും ഒന്ന് നോക്കി വയ്ക്കുക. ഓക്കെ, ദെൻ അതിലെ തന്നെ ബി ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് സ്കീം എൻഷോർസ് അൺസ്കിൽഡ് ഫിസിക്കൽ എംപ്ലോയ്മെൻറ്റ് ഫോർ നോട്ട് ലെസ് ദാൻ 100 days ഇൻ എ ഫിനാൻഷ്യൽ ഇയർ ടു എനി ഫാമിലി റിസൈഡിങ് ഇൻ റൂറൽ ഏരിയ. അതായത് ഇന്ത്യയുടെ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് 100 ദിവസത്തെ തൊഴിൽ ഉറപ്പ് നൽകുന്ന പദ്ധതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതേതാണ്? ഓപ്ഷൻസിൽ നോക്കൂ. ഏത് ഓപ്ഷനാണ് വരിക? തീരമൈത്രി ഉണ്ട്, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം, ഗോത്രബന്ധു, കൈവല്യ. അപ്പോൾ ഇതിൽ നമുക്ക് ആൻസർ കിട്ടില്ലേ? ഓപ്ഷനിൽ നിന്ന് തന്നെ ആൻസർ കിട്ടും. അത് ബി ആണ്, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം. നമ്മൾ തൊഴിലുറപ്പ് പദ്ധതി എന്നൊക്കെ പറയുന്നതിൻ്റെ പേരാണ് അത്, അല്ലേ? ഓക്കെ, സോ അതാണ് ബി ക്വസ്റ്റ്യൻ. Now look at the next activity. The pictures of some planets in the solar system and their characteristics are given below. ഇത് പ്ലാനറ്റ്സും ആൻഡ് അതുപോലെ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കുറച്ച് പ്രത്യേകതകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ കുറച്ച് പ്ലാനറ്റ്സിൻ്റെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതുമായിട്ടാണ് റിലേറ്റഡ് ആയിട്ടുള്ളത് എന്നുള്ളത് എഴുതാം. ദ ഓൺലി പ്ലാനറ്റ് ഇൻ വിച്ച് ലൈഫ് എക്സിസ്റ്റ്. അതായത് ഏത് പ്ലാനറ്റിലാണ് ജീവൻ്റെ പ്രസൻസ് ഉള്ള പ്ലാനറ്റ് എന്ന് പറയുന്നത് ഏതാണ്? അതേപോലെ ലാർജസ്റ്റ് പ്ലാനറ്റ്, അതേപോലെ റെഡ് പ്ലാനറ്റ്, പിന്നെ ദ പ്ലാനറ്റ് ദാറ്റ് ഈസ് ക്ലോസസ്റ്റ് ടു ദ സൺ, അതായത് സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്ലാനറ്റ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേരുകൾ ഏതൊക്കെയാണെന്ന് എഴുതിയാലോ? സോ ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് ഈ ഓരോ പ്ലാനറ്റിനും മാച്ച് ആയിട്ടുള്ളത് നമുക്ക് എടുത്തെഴുതാം. മെർക്കുറിക്ക് ഏതാണ്? മെർക്കുറി ദ പ്ലാനറ്റ്
ദാറ്റ് ഈസ് ക്ലോസസ്റ്റ് ടു ദ സൺ. സണ്ണിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന പ്ലാനറ്റ് എന്ന് പറയുന്നത് ഏതാണ്? മെർക്കുറിയാണ്. ദെൻ മാസിന് എന്തായിരുന്നു പ്രത്യേകത? റെഡ് പ്ലാനറ്റ് ആണ് അല്ലേ? അതിന് റെഡ് കളറാണ്. ആൻഡ് അങ്ങനെ എന്താ റെഡ് കളർ വരാൻ കാരണം എന്നൊക്കെ നമ്മൾ ആ ടെക്സ്റ്റിൽ ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ടേബിൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ. ദെൻ ജുപ്പിറ്റർ ആണെങ്കിലോ ദ ലാർജസ്റ്റ് പ്ലാനറ്റ് ആണ് അല്ലേ? നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ പ്ലാനറ്റ് എന്ന് പറയുന്നത് ജുപ്പിറ്റർ ആണ്. ദെൻ അടുത്തതായിട്ട് എർത്തിൻ്റെ എന്താണ്? ദ ഓൺലി പ്ലാനറ്റ് ഇൻ വിച്ച് ലൈഫ് എക്സിസ്റ്റ്. ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു പ്ലാനറ്റ് എന്ന് പറയുന്നത് ഏതാണ്? എർത്താണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓർഡറിൽ കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ പഠിക്കണം. ആൻഡ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകളെല്ലാം നോക്കി വയ്ക്കണം. ഓക്കെ, ഇതിൽ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? വിച്ച് പ്ലാനറ്റ് ഇസ് ഫാദസ്റ്റ് ഫ്രം ദ സൺ. സണ്ണിനോട് ഏറ്റവും ദൂരെ നിൽക്കുന്ന, അകന്ന് നിൽക്കുന്ന പ്ലാനറ്റ് ഏതാണ്? അടുത്ത് നിൽക്കുന്നത് നമ്മൾ പറഞ്ഞു മെർക്കുറിയാണ്. അകന്ന് നിൽക്കുന്നത് ഏതാണ്? അത് നെപ്റ്റ്യൂൺ ആണ് അല്ലേ? സോ ഒരു ഓർഡർ ഉണ്ട്, ആ ഓർഡറിൽ തന്നെ വേണം പ്ലാനറ്റ്സിൻ്റെ പേരുകൾ പഠിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി എർത്തിൻ്റെ മൂവ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. 2 പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണത്? ഫിഗർ എ, ഫിഗർ ബി കൊടുത്തിട്ടുണ്ട്. നോട്ട് ദ റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ ഓഫ് ദ എർത്ത് ഡെപിക്റ്റഡ്. ദെൻ റൈറ്റ് ദ റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ ഇൻ ദ ഫിഗേഴ്സ് റെസ്പെക്റ്റീവ്ലി. അതായത് ഫിഗർ എയിൽ ഏതാ പറഞ്ഞിരിക്കണേ, ബിയിൽ ഏതാ പറഞ്ഞിരിക്കണേന്ന് എഴുതണം. സോ ഫിഗർ എയിൽ എന്താ കാണിച്ചിരിക്കുന്നത്? റൊട്ടേഷനാണോ റെവല്യൂഷനാണോ? അത് റൊട്ടേഷനാണ് അല്ലേ? എന്താ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് എർത്ത് അതിൻ്റെ ഒരു ഇമാജിനറി ആക്സിസിൽ സ്വയം കറങ്ങുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? റൊട്ടേഷൻ എന്ന് പറയുക. സോ റൊട്ടേഷൻ്റെ ഫലമായിട്ടാണ് എന്തുണ്ടാകുന്നത്? ഡേ ആൻഡ് നൈറ്റ് ഉണ്ടാകുന്നത്. ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഒരു ഡേ എന്ന് പറയുന്നത്. റൊട്ടേഷൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് എന്ത്? ഡേയും നൈറ്റും. അതേസമയം ഫിഗർ ബിയിൽ എന്താണ് കാണിക്കുന്നത്? അത് റെവല്യൂഷനാണ്. അതായത് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എർത്ത് അതിൻ്റെ ഒരു ഓർബിറ്റിൽ, അതിൻ്റെ ഒരു ഓർബിറ്റൽ ലൈനിൽ സണ്ണിനെ ചുറ്റി വരുന്നതിനെയാണ് എന്ത് പറയുക? റെവല്യൂഷൻ എന്ന് പറയുക. സോ എർത്ത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എന്തും ചെയ്യുന്നുണ്ട്? സണ്ണിനെ റിവോൾവ് ചെയ്തുകൊണ്ട് കൂടി ഇരിക്കുന്നുണ്ട്. സോ അതിനെയാണ് റെവല്യൂഷൻ എന്ന് പറയുക. ആൻഡ് റെവല്യൂഷൻ്റെ ഫലമായിട്ടാണ് എന്ത് ഉണ്ടാകുന്നത്? ഡിഫറെൻറ്റ് സീസൺസ് ഉണ്ടാകുന്നത്. സോ ഫിഗർ എ എന്ന് പറയുന്നത് റൊട്ടേഷനാണ്, ഫിഗർ ബി റെവല്യൂഷൻ. ദെൻ അതിനെക്കുറിച്ചൊരു നോട്ട് എഴുതാനാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ ഓഫ് ദ എർത്ത്. എർത്തിൻ്റെ റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷനെ കുറിച്ചിട്ട് ഒരു നോട്ട് എഴുതണം. എന്താണ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ? Rotation is the spinning of Earth on its imaginary axis. As it rotates, Earth also revolves around the Sun on a fixed orbit. This is called revolution. So ഇതിനെക്കുറിച്ചൊരു ഷോർട്ട് നോട്ട്, ആൻഡ് നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും പോയിൻറ്റ്സ് അറിയുമെങ്കിൽ അതൊക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ അപ്പോൾ റൊട്ടേഷൻ എന്താണ്, റെവല്യൂഷൻ എന്താണ്, ഏത് പിക്ചറാണെന്ന് പഠിച്ചു വയ്ക്കുക. അതേപോലെ റൊട്ടേഷൻ്റെ ഫലമായി ഡേ ആൻഡ് നൈറ്റ് ഉണ്ടാകുന്നു, റെവല്യൂഷൻ്റെ ഫലമായി സീസൺസ് ഉണ്ടാകുന്നു എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. സീസൺസ് എന്ന് പറയുമ്പം അതായത് സമ്മർ, വിൻ്റർ, സ്പ്രിങ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ഉണ്ടാകാൻ കാരണം ഈ റെവല്യൂഷനാണ്. സോ അത് മറക്കാതിരിക്കണം. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ദ ഫോളോയിങ് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് സം റീജിയൻസ് ഓഫ് ദ എർത്ത്. അപ്പം നമ്മൾ ഓരോ എർത്തിലെ ഓരോ തരത്തിലുള്ള സ്ഥലത്തും, അതായത് ഡെസേർട്ടിൽ, അതുപോലെ ഐസ് ഫീൽഡ് ആയിട്ടുള്ള പോളാർ റീജിയൻസിൽ ഒക്കെ എങ്ങനെയാണ് അവരുടെ ജീവിത രീതി എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് പോളാർ റീജിയൻ എന്നുള്ളതാണ്. ഫ്രം ദ ഗിവൺ ക്യാരക്ടറിസ്റ്റിക്സ് ഫൈൻഡ് ആൻഡ് റൈറ്റ് ദ വൺസ് റിലേറ്റഡ് ടു ദ പോളാർ റീജിയൻ. പോളാർ റീജിയനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ എടുത്തെഴുതുക. എന്തൊക്കെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്? വെരി ലിറ്റിൽ റെയിൻഫോൾ, സാൻഡ് സ്റ്റോംസ്, സ്ലെഡ്ജസ് പുൾഡ് by dogs, igloos, scarcity of water, polar bears, seals, snowy owls, vast sand plains, dry winds, hunting, fishing. അപ്പോൾ നമുക്കിത് വായിക്കുമ്പോൾ തന്നെ അറിയാം പോളാർ റീജിയനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് അല്ലേ? ഏതൊക്കെയാണ് വരിക? വെരി ലിറ്റിൽ റെയിൻഫോളും സാൻഡ് സ്റ്റോംസും ഒക്കെ ഡെസേർട്ടിൻ്റെ ക്യാരക്ടേഴ്സാണ് അല്ലേ? ദെൻ അടുത്തത് നോക്കൂ, സ്ലെഡ്ജസ് പുൾഡ് ബൈ ഡോഗ്സ്. അതേതായിരുന്നു? മറ്റേ ഡോഗ്സ് വലിച്ചുകൊണ്ട് പോകുന്ന, തെന്നി നീങ്ങി പോകുന്ന വണ്ടി ഉണ്ടല്ലോ, അതെവിടെയാണ്? ഐസിൽ ഉപയോഗിക്കുന്നതാണ് അല്ലേ?
സ്നോയിൽ ഉപയോഗിക്കുന്നതാണ്. സോ അതുണ്ട്. ദെൻ ഇഗ്ലൂസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്, പോളാർ റീജിയനിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ആ വീടിനെ പറയുന്ന പേരാണ് ഇഗ്ലൂസ്. ദെൻ സ്കാർസിറ്റി ഓഫ് വാട്ടർ, അതും ഡെസേർട്ടിൻ്റെയാണ്. ദെൻ പോളാർ ബെയേഴ്സ്, സീൽസ്, സ്നോവി ഓൾസ് ഒക്കെ പോളാർ റീജിയനിലുള്ള അനിമൽസ് ആണ്. സോ അതെല്ലാം നമുക്ക് എഴുതാം. അതേപോലെ വാസ്റ്റ് സാൻഡ് പ്ലെയിൻസ്, ഡ്രൈ വിൻസും വരില്ല, അത് ഡെസേർട്ടിൻ്റെയാണ്. ദെൻ ഹണ്ടിങ്ങും ഫിഷിങ്ങും ഏതിൽ വരും, പോളാർ റീജിയനിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ക്യാരക്ടേഴ്സൊക്കെ നമുക്ക് ഇങ്ങോട്ട് എടുത്തെഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ദെൻ അതിൻ്റെ ബി ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് റൈറ്റ് ടു എൻവിറോൺമെൻറ്റൽ കൺസർവേഷൻ ആക്ടിവിറ്റീസ് യു ക്യാൻ ഡു ടു മിറ്റിഗേറ്റ് ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിനെ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് എൻവിറോൺമെൻറ്റൽ കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെല്ലാം കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതിൻ്റെ 2 എക്സാമ്പിളുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് വേണമെങ്കിലും എഴുതാട്ടോ, നമുക്ക് കുറേ പോയിൻറ്റ്സ് ഉണ്ടല്ലോ, ഏതെങ്കിലും 2 എഴുതിയാൽ മതി. plant trees, practice reuse, reduce, recycle, then use renewable energy more, then implement scientific method for waste disposal. ഇങ്ങനെ പലതും എഴുതാം. അതായത് പ്ലാന്റ് ട്രീസ് എന്ന് പറയുമ്പം ട്രീസ് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് എൻവയോൺമെൻറ്റൽ പൊല്യൂഷനെ, അതായത് എൻവയോൺമെൻറ്റിൽ കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള ഗ്യാസുകളുടെ അളവ് കൂടുന്നതിനെ തടയാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് ചേഞ്ചിനെ തടയാൻ പറ്റും. ദെൻ പ്രാക്ടീസ് റീയൂസ്, റെഡ്യൂസ്, റീസൈക്കിൾ എന്ന് പറയുമ്പം നമ്മൾ 3 Rs എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും അല്ലേ. വീണ്ടും ഉപയോഗിക്കുക, അതേപോലെ ചില സാധനങ്ങളുടെ പ്ലാസ്റ്റിക് പോലെയുള്ള സാധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക, റീസൈക്കിൾ ചെയ്ത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നതൊക്കെ അങ്ങനെ ചെയ്യുക. ദെൻ അതേപോലെ 3ാമത്തെ പോയിൻ്റ് റിന്യൂവബിൾ എനർജി കൂടുതലായിട്ട് ഉപയോഗിക്കുക. നമ്മൾ സോളാർ എനർജി, കാറ്റിൽ നിന്നുള്ള എനർജി, അങ്ങനെ നമുക്ക് വീണ്ടും വീണ്ടും റിന്യൂ ചെയ്യാൻ പറ്റുന്ന എനർജീനെ കൂടുതൽ ഉപയോഗിച്ചിട്ട് പെട്രോളിയം പോലെ നോൺ റിന്യൂവബിൾ ആയിട്ടുള്ളതിനെ കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ദെൻ വേസ്റ്റ് ഒക്കെ ഡിസ്പോസ് ചെയ്യുന്നതിന് സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡുകൾ ആക്കിയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം വേസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെ പല പോയിൻറ്റുകൾ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഒബ്സർവ് ദ ഇൻഡിക്കേറ്റേഴ്സ് റിലേറ്റഡ് ടു റോഡ് സേഫ്റ്റി. താഴെ കുറച്ച് മറ്റേ റോഡ് സേഫ്റ്റി ആയിട്ടുള്ള നമ്മൾ പഠിച്ചിട്ടുള്ള ആ ഇൻഡിക്കേറ്റേഴ്സ് കുറച്ചെണ്ണം കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ദ മീനിങ് ഓഫ് ഈച്ച് ഓഫ് ദ ഗിവൺ റോഡ് സേഫ്റ്റി ഇൻഡിക്കേഷൻസ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഞാൻ ആൻസർ അതിൻ്റെ താഴെ തന്നെ എഴുതാം. ഓക്കെ, അപ്പോൾ ഈ ഇൻഡിക്കേഷൻസ് ഒക്കെയാണ് തന്നിരിക്കുന്നത്. ഓരോന്നിൻ്റെ ആയിട്ട് മീനിങ് നമുക്ക് എഴുതി പോവാം. എല്ലാം നമുക്ക് പരിചയമായിട്ടുള്ളത് തന്നെയാണ് അല്ലേ. ഫസ്റ്റത്തെ എന്താണ്, നോ സൈക്ലിംഗ് ആണ്, അവിടെ സൈക്ലിംഗ് നിരോധിച്ചിരിക്കുന്നു എന്ന് കാണിക്കുന്നതാണ്. രണ്ടാമത്തെ പെഡസ്ട്രിയൻസ് നോട്ട് അലൗഡ്, കാൽനട യാത്രക്കാർക്ക് അതേ പോകാൻ പാടില്ല, അലൗഡ് അല്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ നമുക്ക് പരിചയമായിട്ടുള്ളതാണ്, എന്താണ്, നോ പാർക്കിംഗ് ആണ്, വണ്ടികൾ അവിടെ പാർക്ക് ചെയ്യരുത്. നാലാമത്തെ ആണെങ്കിലോ സ്കൂൾ അഹെഡ്, ബി കെയർഫുൾ, മുന്നിൽ എന്തുണ്ട്, സ്കൂളുണ്ട്, ശ്രദ്ധിച്ചു പോകണം എന്നുള്ളതാണ്. അഞ്ചാമത്തെ ആണെങ്കിൽ മുന്നിൽ എന്താ, റെയിൽവേ ക്രോസിംഗ് ഉണ്ട് എന്നുള്ളതാണ്, റെയിൽവേ ക്രോസിംഗ് അഹെഡ് എന്ന് എഴുതാം. അപ്പോൾ ഇനി ആറാമത്തെ ആണെങ്കിലോ പെഡസ്ട്രിയൻ ക്രോസിംഗ് ആണ്, അതായത് ഇങ്ങനെയുള്ള സ്ഥലത്ത് വഴിയാത്രക്കാർക്ക് റോഡ് മുറിച്ച് കിടക്കാനുള്ള സ്ഥലമാണ്. സോ വണ്ടി ഓടിച്ചു വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള ഭാഗത്ത് കൂടി വേണം നമ്മൾ എന്ത് ചെയ്യാൻ, റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ അതിലുള്ള ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് 2 റൂൾസ് ഓർ ലോസ് ദാറ്റ് യു ആർ ഫെമിലിയർ വിത്ത് ഇൻ എവറി ഡേ ലൈഫ്. നമ്മൾ സാധാരണ നിത്യജീവിതത്തിൽ ഫെമിലിയർ ആയിട്ടുള്ള 2 ലോസ് അല്ലെങ്കിൽ റൂൾസ് എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മൾ കുറേ റൂൾസും ലോസൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ, അതിലേതെങ്കിലും 2 എഴുതിയാൽ മതി. ഫോർ എക്സാമ്പിൾ ട്രാഫിക് റൂൾസ്, ദെൻ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, ചൈൽഡ് റൈറ്റ് ആക്ട്, പോക്സോ ആക്ട്, അങ്ങനെ കുറേ ആക്റ്റുകളും ലോസ് നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ പറയുന്നുണ്ട്. അതിലേതെങ്കിലും 2 എഴുതിയാൽ മതി. ഓക്കെ, ദെൻ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Nino is preparing posters to be displayed in a procession to spread the message ഓഫ് ചൈൽഡ് റൈറ്റ് പ്രൊട്ടക്ഷൻ. അപ്പോൾ ചൈൽഡ് റൈറ്റ് പ്രൊട്ടക്ഷനെ കുറിച്ചിട്ട് പോസ്റ്ററുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ക്യാൻ യു റൈറ്റ് 2 മെസ്സേജസ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ പോസ്റ്റർ ടു ഹെൽപ്പ് നീനു. അപ്പോൾ അതിൽ എഴുതാൻ വേണ്ടിയിട്ടുള്ള മെസ്സേജുകൾ, 2 മെസ്സേജുകൾ എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് എന്തൊക്കെ മെസ്സേജുകൾ എഴുതാം, 2-3 എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും 2-3 പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, പ്രൊട്ടക്റ്റ് എ ചൈൽഡ്, പ്രൊട്ടക്റ്റ് ദ ഫ്യൂച്ചർ. അതേപോലെ തന്നെ പ്രൊട്ടക്റ്റിംഗ് ചിൽഡ്രൻ ഇസ് എവരിബഡീസ് ബിസിനസ്.
സ്റ്റോപ്പ് ചൈൽഡ് അബ്യൂസ്. ഇങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. ഒരു കുട്ടീനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്തുപോലെയാണ്? ഫ്യൂച്ചർ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോലെയാണ്. അതേപോലെ കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ദെൻ സ്റ്റോപ്പ് ചൈൽഡ് അബ്യൂസ്, കുട്ടികളെ ഉപദ്രവിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. എന്നിട്ട് ഇതിൽ മെസ്സേജ് മാത്രമേ എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ. പോസ്റ്റർ ഉണ്ടാക്കാൻ പറയുകയാണെങ്കിൽ ഇത് എഴുതിയിട്ട് ഇതിന് ചുറ്റും എന്ത് ചെയ്യണം? പോസ്റ്റർ നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ട് ചെയ്യണം. ഓക്കെ. Then, apart from the Supreme Court and the district courts, there are various types of courts functioning in our country. Complete the hierarchy of courts. അപ്പം പലതരത്തിലുള്ള കോർട്ടുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള കോർട്ട് എന്ന് പറയുന്നത് സുപ്രീം കോർട്ടാണ്. ദെൻ അതിൻ്റെ താഴെ വരുന്നത് അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അത് എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ സുപ്രീം കോർട്ടിൻ്റെ താഴെ വരുന്നത് അതിൻ്റെ ഒരു അധികാരം വെച്ച് നോക്കുമ്പോൾ സുപ്രീം കോർട്ടിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്നത് ഏതാണ്? ഹൈക്കോർട്ടാണ്. ദെൻ അതിന് ശേഷം ഡിസ്ട്രിക്ട് കോർട്ടുകൾ വരുന്നു. ദെൻ അതിനും താഴെ വരുന്നതാണ് സെഷൻ കോർട്ട്. ഓക്കെ. അപ്പോൾ ഫസ്റ്റത്തെ ഇതിൽ ഹൈക്കോർട്ട് എഴുതാം. ഹൈക്കോർട്ട് എന്ന് പറയുമ്പോൾ എന്താ? ഒരു സംസ്ഥാനത്തിൻ്റെ മെയിനായിട്ടുള്ള ഹയസ്റ്റ് കോർട്ടാണ് ഹൈക്കോർട്ട് എന്ന് പറയുന്നത്. ദെൻ ഡിസ്ട്രിക്ട് കോർട്ട് ഓരോ ജില്ലകൾക്ക് വേണ്ടി, അതിലും താഴെ വരുന്നതാണ് സെഷൻ കോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ. സോ ആ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ദെൻ ഇതിനൊരു സി ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. നോക്കൂ. വിച്ച് ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് വേൾഡ് ചൈൽഡ് റൈറ്റ്സ് ഡേ? വേൾഡ് ചൈൽഡ് റൈറ്റ്സ് ഡേ ആയിട്ട്, ലോക ബാലാവകാശ ദിനമായിട്ട് ആഘോഷിക്കുന്ന ദിവസം എന്ന് പറയുന്നത് നവംബർ 20 ആണ്. ഓക്കെ. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 7 എന്ന് പറയുന്നത് പൊല്യൂഷൻ ഓഫ് വാട്ടർ ബോഡീസ് എൻഡേഞ്ചേഴ്സ് ദ സർവൈവൽ ഓഫ് ലിവിങ് ഓർഗാനിസംസ്. The government implements various schemes to protect and maintain the existing water sources. Read the list given below and fill in the missing information. അപ്പോൾ ഇതിൽ പറയുന്നത് വാട്ടർ ബോഡീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിലത്തെ പൊല്യൂഷൻ കുറയ്ക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് കുറച്ച് സ്കീമുകളൊക്കെ നടപ്പിലാക്കുന്നുണ്ട്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോജക്റ്റും അതിൻ്റെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആരാണ്, അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യണം ആ ടേബിള്. അതിൽ വരുന്നത് ഏതൊക്കെയാണ് നോക്കൂ. ഇനി ഞാൻ ഒഴുകട്ടെ എന്ന് പറയുന്ന പ്രോജക്റ്റ് നടപ്പിലാക്കുന്നത് എന്തിൻ്റെ അണ്ടറിലാണ്? അത് ഹരിത കേരള മിഷൻ്റെ പ്രോജക്റ്റാണ്. അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് നടത്തുന്ന വേറൊരു പ്രോജക്റ്റ് എഴുതാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഏതെഴുതാം? മാലിന്യമുക്ത നവകേരളം എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ നടക്കുന്നതാണ് ജൽ ജീവൻ മിഷൻ. ഇതും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? വാട്ടർ ബോഡീസിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ദെൻ അടുത്ത പ്രോജക്റ്റും കേരളത്തിൽ തന്നെയുള്ള തെളിനീരൊഴുകും നവകേരളം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് തന്നെ നടത്തുന്നതാണ് അത്. അപ്പോൾ ആ പ്രോജക്റ്റും ഇതും നമുക്കിങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ. ദെൻ ഓൺലി എ വെരി സ്മോൾ ബി ക്വസ്റ്റ്യൻ ആണ്. ഓൺലി എ വെരി സ്മോൾ എമൗണ്ട് ഓഫ് ദ വേൾഡ്സ് ടോട്ടൽ വാട്ടർ സപ്ലൈ ഈസ് ഫ്രഷ് വാട്ടർ. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഈച്ച് ഓഫ് us to conserve this precious water. What are the various methods that can be adopted to ensure water conservation? അപ്പോൾ നമ്മുടെ വേൾഡിലുള്ള ടോട്ടൽ വാട്ടറിൻ്റെ ഒരു ചെറിയ അംശം മാത്രമാണ്, ഒരു ചെറിയ ശതമാനം മാത്രമാണ് ഫ്രഷ് വാട്ടർ ആയിട്ടുള്ളൂ. അതായത് നമുക്ക് കുടിക്കാൻ പറ്റുന്ന വളരെ കുറച്ച് എമൗണ്ട് വാട്ടറേ ഉള്ളൂ. അപ്പോൾ അതെന്ത് ചെയ്യണം? നമ്മളത് ഭയങ്കര പ്രഷ്യസ് ആണ്, നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് അത് സംരക്ഷിക്കുക എന്നുള്ളത്. അതിന് നമുക്ക് വാട്ടർ കൺസർവേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫ്രഷ് വാട്ടർ കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം? അതായത് നമുക്ക് ഫ്രഷ് വാട്ടർ കിട്ടുന്ന മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് മഴയാണ് അല്ലേ. അപ്പോൾ ഈ മഴവെള്ളത്തിന് നമ്മൾ മാക്സിമം സംരക്ഷിക്കണം. അപ്പോൾ അങ്ങനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നാണ് ചോദിക്കുന്നത്. അതിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? ഈ മഴക്കുഴികൾ, അതുപോലെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ റെയിൻ പിറ്റ്സ് എഴുതാം, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, ബൺസ്, അതുപോലെ മുൾച്ചിങ്. അപ്പോൾ അതിൽ റെയിൻ പിറ്റ്സ് എന്ന് പറഞ്ഞാൽ മഴക്കുഴികളാണ്. മഴക്കുഴികൾ നിർമ്മിച്ചിട്ട് റെയിൻ വാട്ടറിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ. അതേപോലെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ മഴവെള്ളം സംഭരിച്ച് വെക്കുന്നത്, അതൊക്കെയാണ്. പിന്നെ ബൺസ് എന്ന് വെച്ചാൽ ബണ്ടുകളൊക്കെ കെട്ടിയിട്ട് മഴവെള്ളം ഒഴുകി പോകുന്നത് മാക്സിമം തടയുക. പിന്നെ മൾച്ചിങ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ മണ്ണിനെ കവർ ചെയ്ത് സൂക്ഷിക്കുക. അതിപ്പം ഇലകൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടോ ഒക്കെ ഇങ്ങനെ കവർ ചെയ്ത് സൂക്ഷിക്കുമ്പോൾ എന്താണ്, മണ്ണിലുള്ള ജലാംശം നഷ്ടപ്പെടാതെ ഇരിക്കും. അപ്പോൾ അതൊക്കെ മഴവെള്ളം കൺസേർവ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് മെത്തേഡാണ് വാട്ടർ കൺസർവേഷന് വേണ്ടിയിട്ട്. ഓക്കെ.
ദെൻ അതിലുള്ള സി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദർ ആർ 2 മെയിൻ മൺസൂൺ സീസൺസ് ഇൻ കേരള വിച്ച് ആർ ദേ. കേരളത്തിന് മെയിനായിട്ട് 2 മൺസൂൺ സീസൺ, രണ്ട് പ്രാവശ്യം നമുക്ക് മഴക്കാലം വരും അല്ലേ. അപ്പോൾ അത് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് സൗത്ത് വെസ്റ്റ് മൺസൂൺ, അല്ലെങ്കിൽ അതിനെ നമ്മൾ കാലവർഷം എന്ന് പറയുന്നു, അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് മൺസൂൺ, അത് തുലാവർഷം എന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ടൈമിങ്ങും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ അതേപോലെ തന്നെ നിങ്ങളുടെ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ നമ്മുടെ കമൻസിൽ അറിയിക്കുക. അതേപോലെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. ഇനി ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ ഇതുപോലെയുള്ള വീഡിയോസ് കാണുന്നതിനായിട്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ആനുവൽ എക്സാമിന് ഓൾ ദി ബെസ്റ്റ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.